ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് വലിയ നോമ്പിൻ്റെ 36-ാം ദിനം. ഒരു മനുഷ്യൻ 8 മണിക്കൂർ ജോലി ചെയ്താൽ അവന് കിട്ടുന്ന പ്രതിഫലത്തെ ശമ്പളമെന്ന് വിളിക്കാം. ഒരു കായിക താരത്തിന് മറ്റുള്ളവരുമായി മത്സരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ട്രോഫി ലഭിക്കുന്നത് കായിക മികവ് കൊണ്ടാണ്. വളരെ നാളുകളുടെ അധ്വാനം കൊണ്ട് നേടുന്ന നേട്ടങ്ങളെ മാനിച്ച് ഒരു സമൂഹം നൽകുന്ന ബഹുമതിയാണ് അവാർഡ്. എന്നാൽ ജോലി ചെയ്യുവാനോ കായികമായി മത്സരിക്കുവാനോ കഴിയാത്ത ഒരു വ്യക്തി, കണ്ടുപിടുത്തങ്ങളോ മറ്റ് ഉയർന്ന നേട്ടങ്ങളോ കാഴ്ചവെക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരാൾക്ക് മഹത്തരമായ ഒരു ബഹുമതി ലഭിക്കുകയാണെങ്കിൽ ആ ബഹുമതിയെ വിളിക്കുന്നത് കൃപ എന്നാണ്. അതാണ് ദൈവം നമുക്ക് നൽകിയത്, തൻ്റെ കൃപയെന്ന മഹാദാനം. നമ്മുടെ കഴിവിനും നേട്ടത്തിനും അർഹതയ്ക്കും അപ്പുറമാണത്. മുടിയനായ പുത്രന് അവൻ്റെ അവഗണനയ്ക്ക് പകരം ചുംബനം നൽകുന്ന ദൈവകൃപ, ശിക്ഷാ നടപടികൾക്ക് പകരം അവൻ്റെ മടങ്ങിവരവിൽ വിരുന്നൊരുക്കുന്ന ദൈവസ്നേഹം, അതാണ് ദൈവകൃപ. നാം അർഹിക്കുന്നത് മരണവും നരകവുമാണ്. പക്ഷേ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നത് സ്വർഗവും നിത്യജീവനുമാണ്. ലോകത്തിലെ സകലരും കഴിവില്ലെന്നു പറഞ്ഞ് മാറ്റി നിർത്തിയതിനെ ആദ്യമേ തിരഞ്ഞെടുക്കുന്നതാണ് ദൈവകൃപയുടെ സ്വഭാവം. ന്യായമായി വിധിക്കുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് ലഭിക്കേണ്ടത് നരകമാണ്. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടി നീക്കേണ്ടതിന് പകരം നമ്മുടെ പാപങ്ങൾ ആ പുസ്തകത്തിൽ നിന്നും നീക്കിക്കളഞ്ഞു. ജീവന്റെ പുസ്തകത്തിൽ സ്ഥാനം പിടിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹവും നന്മയും. ഈ സ്നേഹവും കൃപയും ഒട്ടും താണതോ വില കുറഞ്ഞതോ അല്ല. ജീവിതാവസാനം വരെ ഈ കൃപകൾക്കായി നാം നന്ദി പറയണം. നമ്മുടെ ജീവിതം മുഴുവൻ ഈ സ്നേഹത്തിന് മുൻപിൽ സമർപ്പിക്കണം. ഈ സൗജന്യമായ കൃപ ഒരിക്കലും നിസ്സാരമല്ല. എഫേസ്യർ 2:8. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.